പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 18 ഹല്ലേലൂയ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ നടത്തിയത്. ശ്രേഷ്ഠമായിട്ട് നടത്തി. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നു. ഇന്നലത്തെ സഭായോഗങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർത്തു. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കഴിഞ്ഞ പകൽക്കാലം നമുക്ക് തന്ന നന്മകൾക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവെ തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേറ്റ് യേശുവ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അപ്പ ഈ രാവിലെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. അപ്പ സ്തോത്രം 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 സ്തോത്രം. രാവിലെ ഞങ്ങളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. ആനന്ദത്തോടെ നടത്തുന്നതിന് സ്തോത്രം. ഇത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാകിയാൽ സ്തോത്രം. ഈ ദിവസത്തിൽ സന്തോഷിച്ച് കർത്താവിൽ ആനന്ദിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയും. ആയുസ്സിനായിട്ട് സ്തോത്രം, ആരോഗ്യത്തിനായിട്ട് സ്തോത്രം, സൗഖ്യത്തിനായിട്ട് സ്തോത്രം, സമാധാനത്തിനായിട്ട് സ്തോത്രം, സന്തോഷത്തിനായിട്ട് സ്തോത്രം, കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം, ദാനമായി തന്ന ജീവിത പങ്കാളിക്കായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടും സ്തോത്രം, മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവ എല്ലാവർക്കുമായിട്ട് കർത്താവിന് സ്തോത്രം. കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയ്ക്കായിട്ട് സ്തോത്രം, ആത്മീക സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ ഞങ്ങൾക്ക് തന്ന ജോലിക്കായിട്ട് സ്തോത്രം. കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ ഉപജീവന മാർഗങ്ങൾക്കായിട്ടും സ്തോത്രം. അങ്ങയുടെ കരുണ ഞങ്ങളോടുള്ളത് വലുതാകിയാൽ സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ആമേൻ ആമേൻ ഓരോ മക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ, ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ, ദൈവിക സമൃദ്ധി തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ, ദൈവിക വിടുതലുകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ മുഖാന്തരം കർത്താവിൻ്റെ രാജ്യം പ്രസിദ്ധമാകുവാൻ വളരുവാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കൈകൾക്ക് പെരുപ്പ് അനുഭവപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അവൻ ചില ദിവസങ്ങളായി അവൻ കൈക്ക് പെരുപ്പ് കാരണം അവൻ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. പിടിക്കുമ്പോൾ കൈ ബലഹീനമായി തോന്നുന്ന പോലെ തോന്നുന്ന അനുഭവങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പരിപൂർണമായി സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കൈകളുടെ തരിപ്പും ആ വീക്ക്നെസ്സും മാറി പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കഥാവെ കൺപോള വീർത്തിരിക്കുന്നു, കണ്ണിൻ്റെ അടിഭാഗം വീർത്തിരിക്കുന്നു, കണ്ണ് ചുമന്നിരിക്കുന്നു. അങ്ങനെ കണ്ണിന് ബുദ്ധിമുട്ടുള്ള പ്രിയപ്പെട്ടവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തിരിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി മഹത്വപ്പെടുവാൻ കർത്താവെ അവർക്ക് ഒരു വഴി തുറക്കുന്നതിനായിട്ട് സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം കർത്താവെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ആദരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ലോകവ്യാപകമായി നടക്കാനുള്ള സഭായോഗങ്ങൾ വലിയ മഹത്തരമായി തീരണം, വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാരുടെ മേൽ അങ്ങനെ പ്രത്യേക കൃപയുണ്ടാകണം. ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ഒന്നുകൂടെ സ്തുതിക്കുക കർത്താവേ. അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും നന്ദി. അങ്ങ് ഇതുവരെയും ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ മോർണിംഗ് മെസ്സേജ് റെക്കോർഡ് ചെയ്യുവാൻ അങ്ങ് കൃപ തന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ
പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയാണ്. ആമേൻ. ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്നത്, ആമേൻ, ഈ വിശുദ്ധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടിയുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ലീഡർമാർ, അല്ലെങ്കിൽ പാസ്റ്റർമാർ, അല്ലെങ്കിൽ പട്ടക്കാർ, അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള, ആമേൻ, പാസ്റ്റർ ആയാലും കൊള്ളാം, പട്ടക്കാരനായാലും കൊള്ളാം, വിശ്വാസിയായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, യേശുവിനെ കർത്താവായി സ്വീകരിച്ച എല്ലാ വിശ്വാസികൾക്കും ആമേൻ ആണ്. നമ്മൾ എല്ലാവരോടും കൂടെയാണ് പറയുന്നത്, കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കും. കർത്താവ് നമ്മളെ രക്ഷിച്ചപ്പോൾ ആമേൻ നമ്മളെ പാപത്തിൽ നിന്ന് മാത്രം വീണ്ടെടുക്കുകയല്ല ചെയ്തത്, ഒരു പുതിയ ജീവിത രീതിയിലേക്ക് വിളിക്കുക ചെയ്തത്. ആമേൻ. ഹോളിനെസ്, വിശുദ്ധി എന്ന പദത്തിൻ്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട്, വേർപെട്ട് ജീവിക്കുക എന്ന്. സെപ്പറേറ്റഡ് ഫ്രം സിൻ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ്. പാപത്തിൽ നിന്ന് മാറി ദൈവത്തിനായി സമർപ്പിക്കുക. പാപമെന്ന് പറയുന്ന ഒരു കള്ളം പറയുന്നത് മാത്രമല്ല, പാപമെന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി ആർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട്, ദൈവത്തിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ക്രിസ്ത്യാനിയുടെ ജീവിതം അല്ലെങ്കിൽ വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്വർഗത്തിലേക്ക് പോവുക മാത്രമല്ല, ആമേൻ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഡേ ബൈ ഡേ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നത്. കർത്താവ് ഒരിക്കലും നമ്മളോട് ഒറ്റ രാത്രി കൊണ്ട് യേശുവിനെ പോലെ ആകാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ എന്നാ ചെയ്യുന്നത്, അനുദിനം നമ്മുടെ ജീവിതം കർത്താവിനോട് അനുരൂപപ്പെട്ട് ആമേൻ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പം ഇന്ന് പ്രഭാതി കർത്താവ് നമ്മളെ ഓർപ്പിക്കാതെ, അപ്പം നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ലോകത്തിലെ പോലെ സിസ്റ്റത്തിലല്ല ജീവിക്കേണ്ടത്. ലീവ് ലൈക്ക് യുവർ ഫാദർ, ആമേൻ, പിതാവിനെ പോലെ ജീവിപ്പാൻ നമ്മളോട് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ നേച്ചർ നമ്മളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യണം. ആമേൻ. നമ്മളിൽ അനുദിനം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കണം. ആമേൻ. അനുദിനം നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ ആത്മീക അധികാരങ്ങളും വർദ്ധിച്ചു വരും. കാരണം വിശുദ്ധിയില്ലാതെ, അതായത് ആ സെറ്റപ്പായിട്ടുള്ള ജീവിതമല്ല എങ്കിൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. സോ നമ്മൾ വേർപെട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറായിരിക്കും. നമ്മൾ വെളിച്ചത്തെ ക്യാരി ചെയ്യുന്നവരായിരിക്കും. ആമേൻ. നമ്മുടെ സാക്ഷ്യത്തിനും ഭയങ്കര പവറായിരിക്കും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിക്കുക, ഈ ലോകം ആമേൻ ഭയങ്കരമായ മ്ലേച്ഛതകളിലേക്കും പാപത്തിലേക്കും ഒക്കെ പോകുന്നു. നമ്മൾ അറിയാതെ തന്നെ ആമേൻ ചതിയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നു. ആമേൻ വഞ്ചനകളിൽ നമ്മൾ പെട്ടുപോകും. കാരണം ആമേൻ നമ്മൾ അറിയത്തില്ല, ഇങ്ങനെ വെള്ളം ഒഴുകി പോകുമ്പോൾ കൂടെ ഒഴുകി പോകുന്ന പോലെ അറിയാതെ നമ്മൾ ആമേൻ അങ്ങ് ഒഴുകിപ്പോകുന്ന ഒരു അനുഭവം വരുന്ന കാലഘട്ടമായത്. അപ്പോൾ അവിടെ നമ്മൾ വളരെ വളരെ എന്ത് ചെയ്യണം, ശ്രദ്ധാലുക്കളായി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നല്ലൊരു വെള്ള വസ്ത്രം ഒരാൾ ധരിച്ചു, ഒരു ചെറിയ കറ അരുത്തപ്പെട്ടാൽ പെട്ടെന്നറിയാൻ പറ്റും. ഇതുപോലെ ആമേൻ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ അലൈൻമെൻറ്റ് മാറിപ്പോയാൽ അത് പെട്ടെന്ന് അറിയപ്പെടും. അതുകൊണ്ട് എന്നാ ചെയ്യണം, ദൈവത്തിന് യോഗ്യമാവണ്ണം വേണം ഈ ഭൂമിയിൽ നടക്കുവാൻ. ആമേൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇപ്പം ജോലി സ്ഥലത്താണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ നമ്മൾ എക്സ്ട്രാ ചെയ്താൽ നമുക്ക് ഓവർ ടൈം കിട്ടുമെന്ന് പറയും. അപ്പോൾ ആ 2 മണിക്കൂർ നമ്മൾ എക്സ്ട്രാ ചെയ്യാതെ ആമേൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ 1 മണിക്കൂർ ചെയ്തിട്ട് അടുത്ത 1 മണിക്കൂറൂടെ ചേർത്ത് നമ്മൾ ചെയ്താൽ, അല്ലെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് 2 മണിക്കൂർ ഓവർ ടൈം കിട്ടും. അപ്പോൾ 1 മണിക്കൂർ ചെയ്തതിന് 2 മണിക്കൂറിൻ്റെ പൈസ കിട്ടും. അത് ഒരു ദൈവിക ലൈഫ് സ്റ്റൈലല്ല. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാം, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, അവരോട് പറഞ്ഞിരിക്കുന്നത് ഇത്ര സ്ക്വയർ മീറ്റർ പണി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരൊരു ദിവസം ഇത്ര സ്ക്വയർ മീറ്റർ ചെയ്തു എന്നിട്ട് അതിനെ തെറ്റായി കാണിച്ചിട്ട് സ്ക്വയർ മീറ്റർ കൂട്ടി എഴുതിയാൽ അവർക്ക് കൂടുതൽ പൈസ കിട്ടും. പക്ഷേ അത് ഒരു ദൈവ പൈതലിന് പറ്റിയ ഒരു രീതിയല്ല എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അത് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതിയിൽ നമ്മൾ ചെയ്യുന്ന അനുദിന ജീവിതത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. സോ എന്നാ ചെയ്യേണ്ടത്, നമ്മൾ കർത്താവിന് വിശുദ്ധമായിരിക്കണം. ആമേൻ. ദൈവഹിതമല്ലാത്തതൊന്നും നമുക്ക് വേണ്ട, അനീതിയായിട്ടുള്ളതൊന്നും വേണ്ട. നമ്മൾ വേർപെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി
തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. എങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം? കോൺഷ്യസ്നെസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും ബോധ്യമുണ്ടാണ്. എൻ്റെ കൂടെ കർത്താവുണ്ട്, നമുക്കൊരു ബോധ്യമുണ്ടല്ലോ. നമ്മളെപ്പോഴും പറയത്തില്ല കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുവാൻ നമുക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ സാന്നിധ്യം. 2, ആമേൻ നമ്മുടെ മനസ്സും ഹൃദയവും പാപചിന്തകൾ വരുമ്പോൾ അതിനെ നമ്മൾ ശാസിക്കണം. അത് നമ്മുടെ ഉള്ളിലിട്ട് താലോലിക്കാൻ സമ്മതിക്കരുത്. ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം, ദൈവവചനത്തെ ധാരാളമായി ധ്യാനിക്കുകയും ആ ദൈവവചനത്തിൽ നിലനിൽക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ നമ്മൾ ചോദിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നാൽ ആ തെറ്റ് നമ്മൾ അന്നേരം തന്നെ അക്നോളജ് ചെയ്യുക. ദൈവസന്നിധി പറയുക, കർത്താവേ ഇങ്ങനെ വീഴ്ച പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. നമ്മൾ അതിനെ അക്നോളജ് ചെയ്ത് ദൈവസന്നിധി റിപ്പൻറ്റ് ചെയ്യുമ്പോൾ, കർത്താവിനോട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ കിടക്കും. അയ്യോ, ഞാനിപ്പോൾ ഏറ്റു പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ ഞാനത് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചതാണല്ലോ എന്ന ഒരു ബോധം നമുക്ക് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, എന്നെ വിളിച്ചത് വിശുദ്ധിയിൽ ജീവിപ്പാനും, എന്നെ വിളിച്ചത് വേർപെട്ട് ജീവിപ്പാനും, ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിമാനം, അതുകൊണ്ട് ആ നീതിയിൽ നടക്കാനാണ് എന്നെ വിളിച്ചത് ദൈവത്തെ, അല്ലെങ്കിൽ എൻ്റെ യേശുവിനെ വെളിപ്പെടുത്തുവാനാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ പാപത്തെ വെറുക്കുന്നു, ഞാൻ ദൈവിക നീതിയെ ആമേൻ സ്വീകരിക്കുന്നു. ഐ ആം സെറ്റ് എപ്പാർട്ട് ഫോർ ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായി എന്നെ വേർതിരിച്ചതിനായിട്ട് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ്, യേശുവിനെ വെളിപ്പെടുത്തുവാൻ, പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ എന്നെ വേർതിരിച്ചതിനായിട്ട് സ്തോത്രം. എൻ്റെ ജീവിതം ഇന്ന് മുതൽ അപ്പയെ മഹത്വപ്പെടുത്തും, അങ്ങയുടെ മഹത്വത്തെ കൊണ്ടുവരുന്നതായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളെ ഉയർത്തി പറയാം, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. God bless you. God bless you. God bless you.